സംഗതി നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നുമില്ല. ഇതങ്ങ് കയ്യിൽ നിന്ന് പോയി. പണിയാവോന്ന് ഇപ്പം എൻ്റെ പേടി. അകത്ത് പ്രസ് മീറ്റ് എല്ലാ മീഡിയക്കാരും ഉണ്ട്. നമ്മുടെ സന്തോഷ് ബാബുവിന് ഇത്രയും മീഡിയകളെ അറിയാമെന്ന് ഞാൻ വിചാരിച്ചില്ല. നോക്കാം. ഇപ്പൊ ഓഫീസിൽ നിന്ന് വിളിച്ചു. ഞാൻ അങ്ങോട്ട് പോവാ. ഇനി അതെന്ത് കുരിശാണോ? ഇവിടെ തന്തയും മോനും വെച്ച് കാച്ചുന്നുണ്ട്. മാധവട്ടനെന്താ മാലയും പൊക്കെയൊക്കെ ഇട്ട് വീണ്ടും കല്യാണം കഴിക്കാൻ പോകും? പിന്നെ മൂക്കി പല്ലുകിടത്തക്കളുടെ കല്യാണം. വായില് പല്ലില്ലാത്ത കലവന്മാരെക്കാട്ടിലും ഭേദാ മൂക്കില് പല്ലുള്ളവര്. തുടങ്ങി രണ്ടുപേരും കൂടെ. അത് വിട്ടു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ അപ്പാർട്ട്മെന്റ് അഭിമാനം വാനോളം ഉയർത്തിയ ശ്രീ ആന്റണിയെയും മകൻ ആദിക്കുട്ടനെയും ഇവിടുത്തെ അന്തേവാസികളുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി എന്ന പേരിലും ഞാൻ അനുമോദിച്ചുകൊള്ളുന്നു. റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാനും അഭിനന്ദിക്കുന്നു. കൺഗ്രാറ്റ്സ് ആദി. ആരാ മനസ്സിലായില്ലല്ലോ മാഡം. എന്തോ എന്നെ കണ്ടില്ലല്ലേ? നിങ്ങൾ എന്നെ കണ്ടില്ലല്ലേ? എന്നെ വിളിച്ചാലെന്താ? തിരിച്ചു വിളിച്ചാൽ എന്തായിരുന്നെന്ന് എന്താന്ന് എന്നെ നിങ്ങൾക്ക് വേണ്ടല്ലേ? ഡാഡി മോനിപ്പോ വലിയ ആൾക്കാരായില്ലേ? ഞാൻ ഇല്ലാത്തതാണല്ലോ നിങ്ങൾക്ക് സന്തോഷം. അധികം പറ്റല്ലേ ഞാൻ? വേണ്ട, ആർക്കും എന്നെ വേണ്ട, എനിക്കും ആരെയും വേണ്ട. അയ്യോ പിന്നെ അങ്ങനിപ്പോ ഞാൻ പോകുന്നില്ല. ഞാനില്ലെങ്കിൽ ഡാഡിക്കും മോനും തോന്നുന്ന പോലെ കൂത്താടാമല്ലോ. എനിക്ക് പോവാൻ മനസ്സില്ല. പോയി കേസ് കൊടുക്കുക. ഹായ്. സോറി, ഞാൻ വന്നത് നല്ല നേരത്തായില്ല അല്ലേ? ഇതിലും നല്ല നേരം ഇനി ഇവിടെ കിട്ടാനാ. നീ കേറി വാ. ടോമും ജെറിയും ജോയിന്റ് ആയ ഞങ്ങള്. ഇവര് ടോമും ജെറിയാണെങ്കിൽ നീ കുറുക്കനല്ലടാ, സാക്ഷാ കുറുക്കൻ. അതേ, സന്തോഷ വാർത്ത അറിയിക്കുന്ന മാലാകമാർക്ക് സ്വർഗരാജ്യത്ത് സമ്മാനം കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. ഞാനിപ്പോ സ്വർഗത്തിലെ കട്ടുറുമ്പാണെന്നറിയാം. പക്ഷെ ചെലവ് ചെയ്താൽ സന്തോഷ വാർത്ത അനൗൺസ് ചെയ്തിട്ട് ഈ പാവം കെട്ടുമ്പോ സ്ഥലം കളിയാക്കാം. നിനക്ക് ഏത് നരകത്തിൽ വെച്ച് വേണമെങ്കിലും ചെലവ് ചെയ്യാം. നീ കാര്യമൊന്ന് പറഞ്ഞു തുലക്കടാ ചെകുത്താൻ. ഇന്നത്തെ പ്രധാന വാർത്ത: ശിക്ഷണ കാലാവധിയിലായിരുന്ന ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ആന്റണി സൈമന്റെ സസ്പെൻഷൻ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. ഇവനാണ് എന്റെ അമ്മേ, അല്ലെങ്കിൽ ഈ പെരുങ്ങളുടെ പിടിച്ച് ഞാൻ തന്നെ സത്യം ചെയ്യുന്നത്. ഞാനാണ്, എന്റെ അമ്മച്ചിയാണ് സത്യം. ഇന്ന് നമുക്ക് ഇത്തിരി ഒച്ചപ്പാടുണ്ടാക്കണം. അതിനാണെങ്കിൽ ഞാൻ 100 പ്രാവശ്യം റെഡി. വീണ്ടും പഴയ ആളാവാനാണോ പരിപാടി?
നടപ്പില്ല മോനെ. മമ്മി എന്താ ഞങ്ങളെ കുറിച്ച് വിചാരിച്ചത്? ഇതുവരെ കണ്ടത് ഇന്റർവെല്ലിന് മുമ്പുള്ള ഗെയിമാ. കളി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്റെ ചക്കരയെ വടിവെട്ടാൻ പോയിട്ടല്ലേ ഉള്ളൂ, ഇനിയാണ് അടി. Come on. Don't push, don't push. ദേ ആദി. തകർക്കോ? തകർത്ത് വാരും. ഇറങ്ങടാടി, ഏ? വെളിയിലേക്ക് ഇറങ്ങടാടി. പോക്കറ്റ് കൈയൊക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ട് ഇറങ്ങടാടി. ആ സാധനം കൂടെ എടുത്ത് വെച്ചോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ടിവിയിലെ പ്രോഗ്രാം ഞങ്ങൾ എല്ലാവരും കണ്ടിരുന്നു. രണ്ടുപേരും കലക്കിയിട്ടുണ്ട്. 2-3 ചാനലും കൂടെ വിളിച്ചിട്ടുണ്ട്. അടുത്ത ഇന്റർവ്യൂ എന്നാ ഡാഡി? അത് അതിന്റെ പിന്നത്തെ ആഴ്ച. പക്ഷെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ജോലി തിരക്കുണ്ടേ. ക്ലാസ്സിലേക്ക് പോവാൻ നേരായി. ശരി, ഞാനും വൈകുന്നില്ല. ബൈ. ബൈ സർ. വാതി. ശരി, ഞാൻ വിളിക്കാം. ആ, നീ ഇന്ന് നേരത്തെ വന്നു. ഇല്ല, സാർ ലേറ്റ് ആയതുകൊണ്ട് തോന്നിയതായിരിക്കും. ആ ആന്റണി സർ. വെൽക്കം ബാക്ക്. സർ. ഹോം മിനിസ്റ്ററിനെ നേരിട്ട് വിളിച്ചിരിക്കുന്നു. സർ. ഇനി പഴയ പോലെ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കണം. സർ. ഓൾ ദി ബെസ്റ്റ്. Thanks. ഓക്കെ സാർ. ആ സൂപ്പർ സ്റ്റാർ എത്തിയല്ലോ. അനിൽ സാറേ, കൊലക്ക് പൊളിച്ചാണല്ലോ തിരിച്ചു വരവ്. പൊളിഞ്ഞു വരുന്നല്ലേ ഉള്ളു ജബ്ബാറേ, ഇനി എന്തെല്ലാം പൊളിയാൻ അതെ കിടക്കുന്നു. അതെ, ഇനി എന്തൊക്കെ കാണണം. പൊട്ടല് ലോട്ടറി അടിക്കുന്ന കാലമല്ലേ. സാറ് പറഞ്ഞത് കറക്റ്റാ. ഈ അടുത്ത കാലത്തല്ലേ നമ്മുടെ സോമശേഖരന് മറ്റേ കുന്തപ്പനാണ്ട് ലോട്ടറി ഉണ്ടല്ലോ, ഡാറ്റ പൂട്ടാൻ അടിച്ചത്. ഡാറ്റാൻ ബൂട്ടയല്ല, ബൂട്ടാൻ ഡാറ്റ. എന്ത് ഡാറ്റാനാണെങ്കിലും ലോട്ടറി അല്ലേ അടിച്ചത്, കറക്റ്റ് പൊട്ടലും. ആ, നമ്മളിപ്പോ പൊട്ടന്മാര്, കണ്ടോടുത്ത് ഒളിഞ്ഞു നോക്കി നിന്നോര് കേമന്മാരും. അല്ല, എന്ത് കളി കാണാനാണ് ഒളിഞ്ഞു നോക്കിയെന്ന് ഉടയമ്പരാന് മാത്രം അറിയാം. കളിയും കളി കാണലൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യ സോമ. വിട്ടുകളി. അതെ, ഈ ടി വിക്കാർക്കും പത്രക്കാർക്കും കള്ളു കൊടുത്തും കൂട്ടിക്കൊടുത്തൊന്നും ഈ സോമശേഖരനാണാവണ്ട. അല്ല, അറിയാൻ വയ്യാണ്ട് ചോദിക്കുക, തനിക്കിത് എന്തിന്റെ കുത്തിക്കഴപ്പാ? ചാടി പോയനെ പിടിക്കണം, അത്രയല്ലേ ഉള്ളൂ. അവനെ പിടിച്ച് മുന്നിൽ കൊണ്ടുവന്നിട്ട് അങ്ങ് തീരുമല്ലോ. റേസ് ആവാതെ റോയിച്ചാ ആനണി സാറ് കൂളായിട്ടിരിക്കുന്നില്ലേ? അല്ല, അവിടെ പറയുമ്പോ ഇവിടെ കൊള്ളൂല്ലോ. അങ്ങനെയാണല്ലോ അതിന്റെ ഒരു കിടപ്പ് വശം, അല്ലേ അമ്മലേ? അല്ല, ഈ ബീംബായിനെ പൊക്കൂന്ന പുളുത്തൂന്ന ചീനച്ചട്ടിയിലിട്ട് പൊരിക്കൂന്നൊക്കെ ക്ലബിൽ വെച്ച് കീറുന്നുണ്ടായിരുന്നല്ല, നടപടിയൊന്നും കണ്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊക്കിയിരിക്കും, അതിലൊരുത്തിന് ഒരു സംശയം വേണ്ട. ആ, അതിനെനിക്ക് ഒരു സംശയവും ഇല്ല. ഭീംബായിയെ പിടിക്കില്ല എന്ന കാര്യത്തില്. സി എ ആന്റണി ഭീംബായിയെ പൊക്കിയില്ലെങ്കിൽ സാറിന്റെ ഉള്ളങ്കാൽ ഞാൻ നക്കും. താൻ നക്കിയിട്ട് തുടങ്ങിയിട്ടൊന്നും കാര്യമുണ്ടോ? അന്ന് അടിച്ചു വിറ്റായിട്ട് ഇയാള് പറഞ്ഞതിനൊക്കെ താനെന്തിനാ ഏറ്റുപിടിക്കുന്നേ? കള്ളിറങ്ങിയപ്പോ തന്നെ അയാളാക്കാരെ വിട്ടതല്ലേ ഇല്ലടോ? കള്ളിറങ്ങുമ്പോ കേസ് വിടാൻ ഞാൻ CI സോമശേഖരനല്ല സാറേ. പറഞ്ഞതുപോലെ നടന്നില്ലെങ്കിൽ ഈ മൂക്കിന്റെ താഴെ നിൽക്കുന്ന പാതി പൂടെടുത്ത് ഞാൻ സാറിന്റെ കയ്യിലോട്ട് തരും. എല്ലാവരുടെയും സംശയം ഈ സോമശേഖരൻ ഗണാപ്പന്റെ ക്രിമികടിയും ഞാനായിട്ട് തന്നെ മാറ്റിക്കോളാം. പടാ. ഒരൊറ്റ ഇടി വെച്ച് വന്നിട്ടുണ്ട്. ഒരുമാതിരി കോപ്പിൽ പണി കാണിക്കരുത്. അവന്മാരെ വേദന പറഞ്ഞാലങ്ങ് തീർന്നേനെ. അതിനോടൊക്കെ അവന്റെ ഒരു പിന്നെ ഞാൻ അവനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കാം. കുറെ നാളെ അവന്റെ ഈ ചൊറിച്ചിൽ തുടങ്ങിയിട്ട്. ഇനി ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. തന്നെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി. കാല് നിൽക്കുന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കണമായിരുന്നു. കാല് നിൽക്കുന്നതിനൊക്കെ പോറാ, മോത്തപാതി മീശ പോയാ. ഇതിവിടെ തന്നെ ഉണ്ടാവും. അത് അവിടെ തന്നെ ഇരിക്കാൻ വേണ്ടിയാ പറഞ്ഞത്. എന്ത് ഭീംബായെ പിടിക്കാൻ നടപടിയുള്ള കാര്യമല്ലോ പറ. ഭീമായി നിന്റെ മടിയിലിരിക്കുന്ന പോലെയാണല്ലോ പറയുന്നത്. ഒരു സസ്പെൻഷൻ കഴിഞ്ഞ് സമാധാനമായിട്ട് ഇരിക്കുമ്പോഴാ എനിക്കിട്ട് പണി തരാൻ വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കണം. ഇതിനൊക്കെ നിന്നോട് ദൈവം ചോദിക്കും.